അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, സയൻറ്റിഫിക് ബെനിഫിറ്റ്സ് ഓഫ് ഫാസ്റ്റിംഗ്, വ്രതത്തിൻ്റെ നോമ്പിൻ്റെ ശാസ്ത്രീയ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ചർച്ച ചെയ്യുന്ന പാർട്ട് 2-ലാണ് ഇന്ന് നമ്മളുള്ളത്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഇന്നർ ബോഡിയിൽ നടക്കുന്ന ചില ഫങ്ഷൻസാണ് ഇന്ന് നോമ്പെടുക്കുന്ന ഒരാളുടെ ഇന്നർ ബോഡിയിൽ നടക്കുന്ന ചില ഫങ്ഷൻസാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സൈറ്റോകിൻസ് എന്ന് പറയുന്ന പ്രോട്ടീൻ തന്മാത്രകൾ. നോമ്പെടുക്കുന്ന സമയത്ത് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ അത് ഉൽപ്പാദനം നടക്കുന്നുണ്ട്. അതുമൂലം നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ഈ സൈറ്റോകിൻസ് എന്ന് പറയുന്ന പ്രോട്ടീൻ തന്മാത്രകൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ അതുമൂലം ഈ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നത് മൂലം സൈറ്റോകിൻസ് എന്ന പ്രോട്ടീൻ തന്മാത്രകൾ കൂടുതൽ ഉൽപ്പാദനം നടത്തുന്നത് മൂലം സാംക്രമിക രോഗങ്ങൾ വരാനുള്ള സാധ്യതയെ ഈ സൈറ്റോകിൻസ് ചെറുത്തു നിൽക്കുന്നുണ്ട് എന്നൊരു പഠനം നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു പോയിന്റിലേക്ക് വരുമ്പോൾ ഫാഗോസൈറ്റോസിസ്, നോമ്പെടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഫാഗോസൈറ്റിക് മാക്രോ കോശങ്ങളുടെ അളവ് വർദ്ധിക്കും. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്ന ഗുണകരമല്ലാത്ത കോശങ്ങളെയൊക്കെ ഫാഗോസൈറ്റോസിസ് തിന്നു നശിപ്പിക്കുന്നതായിട്ട് നമുക്ക് പഠനങ്ങൾ തെളിയിച്ചു തരുന്നുണ്ട്. ഇതുമൂലം നമ്മുടെ ശരീരം ആരോഗ്യമുള്ളതാവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നോമ്പെടുക്കുന്ന ഒരാളുടെ ശരീരത്തിൽ ഗുണകരമല്ലാത്ത ഗുഡ് ബാക്ടീരിയാസും ബാഡ് ബാക്ടീരിയാസും ഉണ്ട്. അതിൽ ബാഡ് ബാക്ടീരിയാസിനെ, ഗുണകരമല്ലാത്ത കോശങ്ങളെ ഈ ഫാഗോസൈറ്റോസിസ് തിന്നു നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതുമൂലം നമ്മുടെ എല്ലാവരുടെയും ശരീരം ആരോഗ്യമുള്ള ശരീരമാവാൻ, ആന്തരികാവയവങ്ങളിൽ ആരോഗ്യമുണ്ടാവാൻ അത് കാരണമാകുന്നു. വളരെ പ്രധാനപ്പെട്ട നെക്സ്റ്റ് ഒരു പോയിന്റ് വരുന്നത് ഹ്യൂമൻ മൈക്രോബിയൽ ഫ്ലോറ. ഏകദേശം നമുക്കറിയാം 200ഓളം ബില്യൺ, ഒരു മില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. 100 ലക്ഷമാണ് ഒരു ബില്യൺ. അപ്പോൾ 200 ബില്യൺ ഗുണകരമായ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. നോമ്പെടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ മൈക്രോബിയൽ ഫ്ലോറ എന്ന് പറയുന്നൊരു ഇതുമൂലം, അത് രൂപപ്പെടുന്നത് മൂലം ശരീരത്തിലെ ത്വക്ക്, മൂക്ക്, വായ ഈ സ്ഥലങ്ങളിൽ ഗുണകരമായ നല്ല ബാക്ടീരിയകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നോമ്പെടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ മൈക്രോബിയൽ ഫ്ലോറയുടെ ഉൽപ്പാദനം കൂടുതലായിട്ട് നടക്കുന്നു. ബ്ലഡിൽ നടക്കുന്നു, ശരീരത്തിൽ നടക്കുന്നു, ബ്ലഡിലൂടെ അത് ശരീരത്തിൽ മുഴുവൻ എത്തുന്നു. അപ്പോൾ ഫ്ലോറയുടെ ഉൽപ്പാദനം കൂടുതലായി നടക്കുന്നുണ്ട് നോമ്പെടുക്കുന്ന വ്യക്തിയിൽ. അതുമൂലം നമ്മുടെ ശരീരത്തിലെ, നോമ്പെടുക്കുന്ന ഓരോരുത്തരുടെയും ശരീരത്തിലെ നല്ല ബാക്ടീരിയകൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രോഗപ്രതിരോധ ശേഷി നമുക്ക് വർദ്ധിക്കുന്നു. മാത്രമല്ല, നമ്മുടെ സ്കിന്നിൻ്റെ, തൊലിയുടെ ഗുണങ്ങൾ നിലനിർത്തുന്നു, മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ക്യാൻസർ ബാക്ടീരിയാസിനെ അടക്കം അത് വരാതെ ചെറുത്ത് നിൽക്കാൻ ഈ ഫ്ലോറ സഹായിക്കും. അപ്പോൾ നോമ്പെടുക്കുന്ന ഒരാൾക്ക് മൈക്രോബിയൽ ഫ്ലോറ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമ്മളുടെ നോമ്പെടുക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ നമ്മളറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രവർത്തനങ്ങളാണ്. മറ്റൊരു പോയിന്റിലേക്ക് വരുമ്പോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറക്കുന്നുള്ളതാണ്. എന്താണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ്? നമ്മുടെ അന്തരീക്ഷം മലിനീകരണം, നമ്മൾ പോകുമ്പോൾ പുക, പൊടി കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഓൾറെഡി നമുക്കുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ട്. നാം കഴിക്കുന്ന ഫ്രൂട്ട്സിലെയും വെജിറ്റബിൾസിലെയും വിഷാംശങ്ങൾ, കീടനാശിനികൾ, കെമിക്കലുകൾ, ഇവയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ കോശങ്ങളിലേക്ക് നാം അറിയാതെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുമൂലം ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് നമ്മുടെ കോശങ്ങളിൽ, ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് മൂലം അനാവശ്യമായ പ്രഷർ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഫോം ചെയ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് അനാവശ്യമായ പ്രഷർ, ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് വരുന്നത് മൂലം ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ അപകടകാരികളായ ഫ്രീ റാഡിക്കലുകളെ ഫോം ചെയ്യുന്നുണ്ട്. അനാവശ്യമായ പ്രഷർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് മൂലം അപകടകാരികളായിട്ടുള്ള ഫ്രീ റാഡിക്കലുകളെ ഫോം ചെയ്യുന്നു നമ്മുടെ ശരീരം. ഈ ഫ്രീ റാഡിക്കലുകളുടെ ഒരു പ്രത്യേകത, ഇവയാണ് നമുക്ക് രോഗങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട ഒരാൾ. നമുക്ക് രോഗങ്ങൾ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ആര്? ഫ്രീ റാഡിക്കലുകൾ. ഈ ഫ്രീ റാഡിക്കൽസ് കാരണം നമുക്ക് നോമ്പെടുക്കുന്ന ഒരാൾക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയുന്നത് കൊണ്ട് തന്നെ റാഡിക്കൽസിനെ ഫോം ചെയ്യുന്നതിനെ കുറച്ച് കൊണ്ടുവരും ഈ പറയുന്ന
ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറച്ച് കൊണ്ടുവരും. നമ്മുടെ കോശങ്ങൾക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ഉണ്ടാക്കുന്നത് ചെറുക്കാനായി തടയാനും നോമ്പിലൂടെ നമുക്ക് കഴിയുന്നുണ്ട്. ഈ പറയുന്ന ഫ്രീ റാഡിക്കൽസുകളുടെ ഉൽപ്പാദനം കുറക്കുന്നത് മൂലം, ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയുന്നത് മൂലം, ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രൊഡക്ഷൻ അത് കുറയുന്നത് മൂലം നമ്മുടെ മാനസിക സംഘർഷങ്ങൾ, ശരീരത്തിലെ വിഷാംശങ്ങൾ എല്ലാം പുറന്തള്ളുന്നതിന് ഇത് കാരണമാവുന്നുണ്ട്. കൂടാതെ നമ്മുടെ ശരീരവും മനസ്സും ഫ്രീ ആയി ഫ്രഷായി നിൽക്കാനും നോമ്പിന് കഴിയും ഈ പറയുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയുന്നത് മൂലം എന്ന് പഠനങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഓട്ടോഫാജി. ഓട്ടോഫാജി എന്ന നോമ്പെടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഓട്ടോഫാജി വർദ്ധിക്കുന്നുണ്ട്. അതായത് പഴയ കോശങ്ങൾ ദീർഘകാലം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കില്ല, ഡെഡായി പോവും, നശിച്ചു പോവും. ആ സമയത്ത് ശരീരത്തിൽ പുതിയ കോശങ്ങൾ ഫോം ചെയ്യും. അതിനുവേണ്ടി ഓട്ടോഫാജി വർക്ക് ചെയ്യും. പഴയ കോശങ്ങൾ നശിക്കുമ്പോൾ സ്വാഭാവികമായും തൊലിയിൽ ചുളിവ്, തലയിൽ ജരാനരകൾ, ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം മന്ദത തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഓട്ടോഫാജിക്ക് ഇതിനൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരു കഴിവുണ്ട്. കാരണം പുതിയ കോശങ്ങൾ ഫോം ചെയ്യുന്നതിൽ ഓട്ടോഫാജി എന്ന ഹോർമോൺ അല്ലെങ്കിൽ ആസിഡ് അല്ലെങ്കിൽ ബാക്ടീരിയ അത് നല്ല രൂപത്തിൽ വർക്ക് ചെയ്യും ഈ നോമ്പെടുക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ. ഇപ്പോൾ ഒരു പരിധി വരെ പുതിയ കോശങ്ങൾ രൂപപ്പെടാൻ ഓട്ടോഫാജി ശ്രമിക്കും. അതുമൂലം ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നോമ്പ് തുടർച്ചയായി എടുക്കുന്ന ആളുകൾക്ക് എന്നും ഒരു ചെറുപ്പം നിലനിർത്താൻ നോമ്പിലൂടെ കഴിയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ആ മേഖലയിൽ ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കൂടാതെ ധാരാളം ബെനിഫിറ്റ്സുകൾ നോമ്പിൻ്റെതായിട്ടുള്ള ധാരാളം ശാസ്ത്രീയ ഗുണങ്ങൾ നമുക്ക് അടുത്ത സെഷനിൽ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയിലെ 183 വചനം, 183 ആയത്ത്, അത് നോമ്പ് നിർബന്ധമായി നിങ്ങൾ എടുക്കണം എന്ന് പറയുമ്പോൾ ഈ തരത്തിലുള്ള ആന്തരികമായി നടക്കുന്ന രഹസ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന വസ്തുത നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ആ രൂപത്തിൽ കൂടുതൽ ഇബാദത്തുകളിൽ അടങ്ങിയിരിക്കുന്ന ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ തീർച്ചയായും നമ്മുടെ നാളത്തെ സെഷനിൽ ഇതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ പോവും. ഇതുവരെ ഈ ഒരു ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ശുക്രൻ ജസീലൻ. ജസാക്കല്ലാഹു ഖൈറൻ.